ഹലോ ഫ്രണ്ട്സ്, പുതിയ പ്രതീക്ഷകളായിട്ട് ഒരു പുതുവർഷം കൂടി വരവായി. എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞൊരു വിഷു തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നിവിടുത്തെ ഗുരുവായൂരപ്പൻ ടെമ്പിളിലെ വിഷു ആഘോഷമാണ്. വിഷു കണിയും വിഷു സദ്യയും പിന്നെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഗുരുവായൂരപ്പൻ ടെമ്പിള് ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ അവിടെ ഇടയ്ക്ക് പോവാറുള്ളതാണ്. പക്ഷെ വിഷു ആഘോഷത്തിന് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾക്കും അറിയില്ല. അപ്പോൾ ആ കാഴ്ചകളാണ് ഞാൻ അന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു വിഷു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ KHNJ ഓർഗനൈസേഷനാണ്, കേരള ഹിന്ദുസ് ഓഫ് ന്യൂജേഴ്സി. ഇതുപോലെ ഹിന്ദു റിലേറ്റഡ് ആയിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഇവരിങ്ങനെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. കൂടുതൽ പ്രോഗ്രാംസും ഇവിടുത്തെ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെയാണ് നടക്കാറ്. ഈ ഒരു അമ്പലം ഞാൻ എൻ്റെ മുൻപുള്ള വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോവാറുള്ള അമ്പലമാണ്. നമുക്കിങ്ങനെ അമ്പലത്തിൽ പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നുമ്പോൾ ഞങ്ങൾ ഇവിടെയാണ് പോവാറ്, ഈ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ. അതുപോലെ മോൻ്റെ ചോറൂണ് നടത്തിയതും ഇവിടെയാണ്. ഗുരുവായൂർ അമ്പലം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ അമ്പലം പോലെയാണെന്ന് വിചാരിക്കരുത്, ഇത് കുറച്ച് വ്യത്യസ്തമാണ്. ഞാൻ കാനഡയിലൊക്കെ നമ്മുടെ നാട്ടിലത്തെ ഗുരുവായൂർ അമ്പലം പോലെ തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഇവിടത്തെ രീതിയിൽ പണിത ഒരു അമ്പലമാണ്. ഞാനിവിടെ ഡബ് ചെയ്യുമ്പോൾ വാവ ഇങ്ങനെ കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് അവൻ്റെ സൗണ്ടാണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഗുരുവായൂർ അമ്പലം. കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഞങ്ങൾ എത്തുമ്പോഴേക്കും പ്രോഗ്രാംസ് ഒക്കെ ഒരുവിധം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എത്തിയ സമയത്ത് തന്നെ സുകന്യ ആൻഡ് ഫാമിലി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടു. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഉള്ളിൽ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കസിൻ ചേച്ചി രാഖി ചേച്ചിയും അവരുടെ ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ മുന്നുള്ള വീഡിയോയിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഞങ്ങളും ഏകദേശം ഒരേ സമയത്ത് തന്നെയായിരുന്നു വന്നത്. ഇവിടെ അമ്പലത്തിനുള്ളിലുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രോഗ്രാംസ് ഒക്കെ. അപ്പോൾ ഇവർ സ്റ്റേജിൽ തന്നെ വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴേക്കും പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങിയ കാരണം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് പ്രോഗ്രാംസ് ഒക്കെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇരിക്കാനുള്ള സ്ഥലമൊന്നും ഇല്ലായിരുന്നു. ബാക്കിൽ നിന്നിട്ടാണ് പ്രോഗ്രാംസ് ഒക്കെ കാണുന്നത്. ഇത് കൂടാതെ ഇവർ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഓർണമെന്റ്സ്, ഡ്രസ്സുകൾ, അതുപോലെ സ്നാക്സ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. അപ്പം ഇങ്ങനെയുള്ള പരിപാടികൾ വരുമ്പോഴേ നമുക്ക് ഇതൊക്കെ കിട്ടാറുള്ളൂ. ഇത്രയും തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വിചാരിച്ച പോലെ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല. എങ്കിലും എനിക്ക് പറ്റുന്ന പോലെ എല്ലാം കവർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി പ്രോഗ്രാംസും കൂടി കാണാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ഡാൻസ് എല്ലാം കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ.
ഈ ഒരു പെർഫോമൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഞാൻ പുറത്തുനിന്ന് വരുമ്പോഴേ ഇവരെ കണ്ടു, അപ്പം ഞാനിതെനിക്ക് മിസ്സായി പോയി എന്നാണ് വിചാരിച്ചത്. അത്രയും അടിപൊളി ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അവരുടെ. അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ മേലെ അമ്പലത്തിൽ തൊഴാനായിട്ട് പോയി. അപ്പോൾ അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കില്ല, അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ സദ്യ കൊടുത്തു തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ക്യൂവിൽ നിൽക്കുകയാണ്. ഒരുവിധം പേരൊക്കെ സദ്യ കഴിച്ച് തുടങ്ങി. പിന്നെ ഇവിടെ സദ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ വാഴയിലുള്ള സദ്യ ഒന്നല്ല, പ്ലേറ്റിലുള്ള സദ്യയാണ്. പ്ലേറ്റിൽ നടുവിൽ ചോറും സൈഡിൽ കറികളൊക്കെ ആയിട്ട്. പക്ഷെ സദ്യയിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ വാഴയിലയിൽ സദ്യ വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഇരിക്കാനുള്ളൊരു അറേഞ്ച്മെൻറ്റ്സും വേണം. അപ്പം ഇതാവുമ്പോൾ നമുക്ക് കയ്യിൽ പിടിച്ചിരിക്കാനും സൗകര്യമാണ്. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞു. നല്ലൊരു സദ്യയായിരുന്നു. ഒരുപാട് നാളായി അങ്ങനെ ഒരു സദ്യയൊക്കെ കഴിച്ചിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അമ്പലത്തിൻ്റെ മുന്നിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ എനിക്ക് സന്തോഷം തരുന്ന വേറൊരു കാര്യം ഉണ്ടായി. ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരത്തെ ഒരു മലയാളി ചേച്ചി എന്നെ വന്ന് പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെട്ടത്. അതെനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതെനിക്ക് ശരിക്കും സന്തോഷമായി. ഞാൻ ആ ചേച്ചിയുടെ അടുത്തും പറഞ്ഞു, ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ ആ ചേച്ചിയുടെ പേര് പാർവതി എന്നാണ്. അതെന്തോ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം വിഷുവിൻ്റെ തലേം ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ വിഷു കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അത് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.